ഹലോ, എല്ലാവരും ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക. അത് ഉച്ചയ്ക്കും വൈകുന്നേരത്ത് അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ രാവിലെ ആണെങ്കിൽ എല്ലാവരും കിട്ടാറില്ല, ലേറ്റ് ആവും എണീക്കാനൊക്കെ. അപ്പോൾ പിള്ളേർ വെച്ച് നമ്മൾ കഴിക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, മീൻ കറി ഉണ്ട്, പിന്നെ ഇടിച്ചക്കുപ്പേരി ഉണ്ട്, നമ്മുടെ മുളക് പൊരിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ എല്ലാവരും ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളുണ്ടാവുമ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ചോറെങ്ങാനും എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മ ചോദിക്കുകയാണ് കുറച്ച് ചോറ് എടുത്തുള്ളൂ എന്ന്. അതിൻ്റെ കൂടാതെ തന്നെ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെയാട്ടോ വയ്ക്കുക. ഇങ്ങനെ പലതരത്തിലും വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്രേവി കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് വയ്ക്കുക. എല്ലാവർക്കും കറിയാണ് ഇഷ്ടം. ചിക്കൻ പീസിനേക്കാൾ ഇഷ്ടം അധികം കറിയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഉലുവച്ചോറ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഉലുവച്ചോറ്, തേങ്ങാച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ ഉലുവച്ചോറാണ്, തേങ്ങാച്ചോറാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയും തേങ്ങാച്ചോറും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂടാതെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, സച്ചു എന്നാണ്, ചേച്ചീൻ്റെ മോനാണ്. അപ്പോൾ അവനും കൂടി നമ്മളെ കൂടെ, നമ്മളുണ്ടെങ്കിൽ അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി സൊറ പറയാനിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ. ബൈ.